മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ വിധിയെന്ന് മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. തട്ടിക്കൊണ്ടുപോയി 1 വർഷത്തോളം തടവിലിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വിവരങ്ങളുമായി സ്വാലിഹ മലപ്പുറത്തുനിന്ന് ചേരുകയാണ്. അന്ന് ഏറെ വിവാദമായൊരു കേസ് കൂടിയായിരുന്നു മൈസൂരുവിലെ ഈ പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിന്റെ വധക്കേസ് എന്ന് പറയുന്നത്. വലിയ കോലാഹലങ്ങൾ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിലുകളൊക്കെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് എത്തിയതൊക്കെയാണ്. 1 വർഷം ഈ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി 1 വർഷത്തോളം തടവിലിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു ആ കേസ്. വളരെ വേഗത്തിൽ അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതും അന്ന് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഇന്ന് ആ കേസിൽ വിധി പറയാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിധി ഉണ്ടാകുമെന്നറിയാൻ കഴിയുന്നു. സ്വാലിഹ് കൂടി ചേരുകയാണ്. സ്വാലി, ഏറെ വിവാദമാവുകയും വാർത്തയാവുകയും ചെയ്ത കേസായിരുന്നു ഈ ഷാബാസ് ഷെരീഫ് വധക്കേസ്. അതിൻ്റെ തെളിവെടുപ്പൊക്കെ ഇപ്പോഴും വാർത്താ ചിത്രങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പ്രോസിക്യൂഷൻ ഇന്ന് ഈ കോടതി കേസിൽ വിധി പറയാൻ പോകുമ്പോൾ പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? മനു, ഇന്ന് ഈ കേസിൽ വിധി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വളരെ പ്രധാനപ്പെട്ട കേസാണിത്. ഇതിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത അപൂർവമായ കേസുകളിലൊന്നുകൂടിയാണ് ഷാബാസ് ഷെരീഫ് വധക്കേസ്. പ്രതികൾ ഈ ഏതാണ്ട് 2019 ഓഗസ്റ്റ് 1 കേസിനാസ്പദമായ സംഭവം. ഇയാളെ തട്ടിക്കൊണ്ടുവരുന്നത് മൂലക്കുരുവിന് ഇയാൾ മരുന്ന് നൽകി വന്നിരുന്നു, ഒരു ഒറ്റമൂലി മരുന്ന് നൽകി വന്നിരുന്നു. അതിൻ്റെ കൂട്ട് അറിയാൻ വേണ്ടി, അതിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടിയാണ് ഇയാളെ കൊണ്ടുവന്നത്. എന്നിട്ട് അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച വലിയ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇയാളെ തട്ടിക്കൊണ്ടുവരുന്നത്. ഏതാണ്ട് 1 വർഷത്തോളം നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിൽ ഇയാളെ അടച്ചിട്ടു, വലിയ പീഡനത്തിന് ഇരയാക്കി. പിന്നീട് ഈ രഹസ്യം പറയുന്നില്ല എന്ന് വ്യക്തമായതോടെ ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം മൃതദേഹങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി വിട്ടു എന്നാണ് കേസ്. പക്ഷേ ഇതിൽ ഒരു തെളിവും ഇതുമായി ബന്ധപ്പെട്ട് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിൻ്റെ വാഹനത്തിൽ നിന്ന് ഷാബാസ് ഷെരീഫിൻ്റെ മുടി ലഭിച്ചിരുന്നു. ഇത് DNA പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇത് ഈ കേസിൽ നിർണായകമായ ഒരു തെളിവാണ്. 13 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഒരാൾ ഇപ്പോഴും, ഒരു പ്രതിയെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട്. ഫാസിൽ എന്ന മറ്റൊരു പ്രതി ഗോവയിൽ വെച്ച് മരിക്കുകയും ഒരാളെ മാപ്പ് സാക്ഷിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഷമീം എന്ന പ്രതിയാണ് ഇപ്പോഴും ഒളിവിലുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ, ഇതിൻ്റെ വാദങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഒരു പക്ഷേ വിധിയിൽ, ശിക്ഷാവിധി പിന്നൊരു ദിവസമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 13 പ്രതികളുണ്ട്. ഇവരുടെ ശിക്ഷയുടെ കാര്യത്തിലൊക്കെ വാദം നടക്കാനുള്ള ഒരു സാധ്യത കോടതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ശിക്ഷാവിധി മറ്റൊരു ദിവസമാവാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. മനു, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.